ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കാവുന്ന ഒരു കൂടിക്കാഴ്ച അതായിരുന്നു ഇന്നലെ അലാസ്കയിൽ നടന്ന ഡൊണാൾഡ് ട്രംപ് പുടിൻ ഒത്തുചേരൽ. ചർച്ചകൾക്ക് തുടക്കമിട്ടത് തന്നെ അതിനാടകീയമായ നിമിഷങ്ങളോടെയാണ്. ഉപദേശകരില്ലാതെ അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്ക് ചർച്ച നടത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. 6 വർഷങ്ങൾക്ക് ശേഷമാണ് പുടിനും ട്രംപും കാണുന്നത്. നേരത്തെ തന്നെ അലാസ്കൻ നഗരമായ ആങ്ക്രേജിലെ JBER സേനാതാവളത്തിൽ എത്തിയ ഇരുവരും ഹസ്തദാനം ചെയ്യുന്നു. അവിടുന്ന് തുടങ്ങുന്നു 2 വമ്പൻ ശക്തികളുടെ ചരിത്രലിപികളിൽ എഴുതപ്പെടുമെന്ന് കരുതിയ ആ കണ്ടുമുട്ടൽ. വ്യോമതാവളത്തിൽ നേരിട്ടെത്തിയാണ് ട്രംപ് പുടിനെ സ്വീകരിച്ചത്. ഇരുവരും ട്രംപിന്റെ വാഹന വ്യൂഹത്തിന് നേരെ നടക്കവേ ഒരു B-2 ബോംബറും 4 F-35 ഫൈറ്റർ ജെറ്റുകളും ആകാശത്തേക്ക് പറന്നുയർന്നു. ലോകത്തിലെ ഏറ്റവും ആധുനിക യുദ്ധവിമാനങ്ങളിലൊന്നായ B-2 ബോംബറിന്റെയും ഫൈറ്റർ ജെറ്റുകളുടെയും അപ്രതീക്ഷിത ശബ്ദവും കാഴ്ചയും പുടിനെ ഒന്ന് ഞെട്ടിച്ചോ എന്ന് സംശയം. അദ്ദേഹം നടത്തം നിർത്തി ആകാശത്തേക്ക് ഒന്ന് നോക്കി. ഇല്ല, ഭയപ്പെടില്ല എന്ന് ഉറച്ച മനസ്സോടെ വീണ്ടും പുടിൻ നടന്നു. അവിടെ തന്നെ പുടിന് ട്രംപ് നൽകിയ ഒരു സൂചനയാണിത്. ഈ ചർച്ച വിജയിപ്പിക്കണം എന്നുള്ള നിർദ്ദേശമായിരിക്കാം അത്. എന്നാൽ ഒന്ന് ഞെട്ടിയെങ്കിലും പതറിയെങ്കിലും യാതൊരു ഭാവഭേദവുമില്ലാതെ പുടിൻ മുന്നിലേക്ക് തന്നെ നടന്നു. ഇതേ സമയം കുറുക്കന്റെ ബുദ്ധിയോടെ ചെറുചിരിയോടെ ട്രംപ് ഈ സൈനിക പ്രകടനത്തിൽ ഒരു കൂസലുമില്ലാതെ കൈയടിച്ച് ആഘോഷിക്കുകയായിരുന്നു. ട്രംപിന്റെ ഔദ്യോഗിക വാഹനമായ ബീസ്റ്റ് കാറിൽ കയറിയാണ് പുടിൻ ചർച്ചാവേദിയിലേക്ക് പോയത്. സാധാരണ സ്വന്തം വാഹനവ്യൂഹത്തിന്റെ യാത്ര ചെയ്യുന്ന പുടിൻ ട്രംപിനൊപ്പം വാഹനത്തിൽ ചിരിച്ച മുഖത്തോടെയാണ് നീങ്ങിയത്. ട്രംപ് ആസൂത്രണം ചെയ്ത ഞെട്ടിക്കുന്ന പവർ പ്ലേയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയത് ഒരു നിമിഷത്തേക്ക് മാത്രമായിരുന്നു. ഒരുപക്ഷെ ചർച്ചകളിൽ പിന്നീട് ആ ഞെട്ടലോ ഭയമോ പുടിന് ഉണ്ടായിരുന്നില്ല. അതിന്റെ പര്യവസാനമായിരുന്നു ഇന്നലെ ഇരുവരും കൊടുത്ത വാർത്താ സമ്മേളനം. 75% ചർച്ച വിജയിക്കുമെന്ന ട്രംപിന്റെ ഉറപ്പ് അത് അസ്ഥാനത്താണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ അന്തിമ കരാറിലെത്താനായില്ലെങ്കിലും ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായെന്നും വൈകാതെ തന്നെ ലക്ഷ്യം കാണാനാവുമെന്നാണ് ഇരു നേതാക്കളും ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അടച്ചിട്ട മുറിയിൽ 3 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഇരു നേതാക്കന്മാരുടെയും വാർത്താ സമ്മേളനം. അന്തിമ കരാറിലേക്ക് എത്താനായിട്ടില്ലെന്നും എന്നാൽ ചർച്ചയിൽ വലിയ പുരോഗതിയുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. വൈകാതെ തന്നെ ആ ലക്ഷ്യത്തിലെത്താനാകും. ചർച്ചയിലുണ്ടായ ധാരണകളെക്കുറിച്ച് സെലൻസ്കിയുമായും നാറ്റോ നേതാക്കളുമായും സംസാരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. പുടിനുമായി നേരിട്ടുള്ള ചർച്ച തുടരുമെന്ന സൂചനയും ട്രംപ് നൽകിയിട്ടുണ്ട്. ചർച്ചയിലുണ്ടായ പുരോഗതിയെ ഇല്ലാതാക്കുന്ന നീക്കങ്ങൾക്ക് യുക്രൈനോ യൂറോപ്യൻ രാജ്യങ്ങളോ മുതിരെന്നൊരു വാണിംഗ് കൂടി പുടിൻ സമ്മേളനത്തിൽ നൽകിയിട്ടുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിക്കണമെങ്കിൽ റഷ്യയുടെ ആശങ്കകൾ പരിഹരിക്കണം. യുക്രൈനിലെ നിലവിലുള്ള സാഹചര്യങ്ങൾ റഷ്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ദീർഘകാലത്തേക്കുള്ള സമാധാനമുണ്ടാവണമെങ്കിൽ ഈ സംഘർഷങ്ങളുടെ മൂല കാരണങ്ങളാണ് ഇല്ലാതാകേണ്ടത്. യുക്രൈൻ തങ്ങളുടെ സഹോദര രാജ്യമാണ്. യുക്രൈന്റെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന കാര്യത്തിലും ട്രംപിനോട് യോജിക്കുന്നുവെന്നും പുടിൻ പറഞ്ഞിരുന്നു. ഇന്ന് തങ്ങൾ എത്തിച്ചേർന്ന ധാരണകൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പാത തുറക്കുമെന്നും താൻ പ്രതീക്ഷിക്കുന്നുവെന്നും പുടിൻ പറഞ്ഞു. തികച്ചും പരസ്പര ബഹുമാനത്തോടെയുള്ള അന്തരീക്ഷത്തിലാണ് ചർച്ചകൾ നടന്നതെന്നും ഇരു നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ ചർച്ചയിലെ വിശദാംശങ്ങളിലേക്ക് ഇരുവരും കടന്നിട്ടില്ല. സാധാരണഗതിയിൽ രാജ്യത്തിനകത്ത് വെച്ച് വിദേശ ഭരണാധികാരികൾക്കൊപ്പം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റാണ് ആദ്യം സംസാരിച്ചു തുടങ്ങുന്നത്. എന്നാൽ ഇവിടെ പുടിനാണ് ആദ്യം സംസാരിച്ചത് എന്നുള്ളതും ഒരു കൗതുകമായി. അലാസ്കയിലെ സോവിയറ്റ് സൈനികരുടെ കുഴിമാടങ്ങളെ റീർത്ത് സമർപ്പിച്ച ശേഷമാണ് പുടിൻ തന്റെ വിമാനത്തിലേക്ക് മടങ്ങിയത്. ചർച്ചയിൽ ട്രംപിനൊപ്പം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും പുടിനൊപ്പം വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവും പങ്കെടുത്തിരുന്നു. കനത്ത സുരക്ഷാ വലയത്തിലാണ് ട്രംപ് പുടിൻ ഉച്ചകോടി നടന്നത്. ചർച്ച നടക്കുന്ന മുറിക്ക് പുറത്ത് തുല്യ എണ്ണം US റഷ്യ സുരക്ഷാ ഏജന്റുമാർ നിലയുറപ്പിച്ചിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന വാതിൽ തുറന്നേക്കുമെന്ന പ്രത്യാശയോടെ പുറപ്പെടും മുൻപ് ഏറെ നിർണായകമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നത്. ഏതായാലും ചർച്ച അനുകൂലമല്ലാതിരിക്കാനുള്ള സാധ്യത 25% ഉള്ളൂവെന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞത്.
ഒരു കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്ന നിലവിൽ US സംസ്ഥാനമായ അലാസ്കയിലേക്ക് വാഷിംഗ്ടണിൽ നിന്ന് 7 മണിക്കൂറായിരുന്നു യാത്ര. 6 വർഷത്തിനു ശേഷമാണ് ട്രംപും പുതിനും തമ്മിൽ നേരിട്ട് ഒരു ചർച്ച നടത്തുന്നത്. റഷ്യയുടെ കരാതിർത്തിയിൽ നിന്നും ബെറിംഗ് കടലിടുക്ക് വഴി അലാസ്കയിലേക്ക് 90 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പഴയ സോവിയറ്റ് യൂണിയനെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഷർട്ടിട്ടാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവ് അലാസ്കയിലെത്തിയത്. 1922 മുതൽ 91 വരെ USSRന്റെ ഭാഗമായിരുന്നു യുക്രൈൻ. റഷ്യൻ സാമ്രാജ്യം വിപുലീകരിക്കുക എന്ന പുതിന്റെ ഗ്രേറ്റർ റഷ്യ അജണ്ടയുമായി ചേർത്തു വായിക്കേണ്ട പ്രകോപനപരമായ സൂചനയാണിതെന്നാണ് വിലയിരുത്തുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഊർജ്ജസ്വലമായ ശ്രമമാണ് നടത്തുന്നതെന്നും പറഞ്ഞ് പുതിൻ ബുധനാഴ്ച ട്രംപിനെ പുകഴ്ത്തിയിരുന്നു. യുക്രൈന്റെ നാറ്റോ പ്രവേശന ശ്രമങ്ങളിൽ പ്രകോപിതരായ 2022 ഫെബ്രുവരി 24-നാണ് റഷ്യ യുക്രൈൻ അധിനിവേശം ആരംഭിച്ചത്. യുദ്ധം തുടങ്ങിയ ശേഷമുള്ള പുതിന്റെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള ആദ്യ സന്ദർശനമാണിത്. US-ലേക്ക് 10 വർഷത്തിനിടെ ആദ്യത്തേതും. യുദ്ധത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റ് നേരിടുന്നതിനാൽ സഖ്യകക്ഷികളായ രാജ്യങ്ങളില്ലാതെ പുതിൻ പോയിട്ടില്ല. 2018-ന് ശേഷമുള്ള ഇരു നേതാക്കളുടെ ആദ്യ മുഖാമുഖത്തിൽ ട്രംപിന്റെ സൈനിക ശക്തി പ്രകടനവും പുടിൻ ട്രംപ് ഊഷ്മളമായ കൂടിക്കാഴ്ചയും മാറ്റിവെച്ചാൽ കാര്യമായത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങൾ തന്നെ നമുക്കറിയാം. ഏതായാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേൽ ചുമത്തിയ 50% തീരുവ ഇനത്തിനെ കുറിച്ചും ഒരുപക്ഷെ പുടിൻ ട്രംപുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരുടെ ശരീരഭാഷ അത്ര നല്ലതല്ലായിരുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ.